ശാരീരികമായും ആഘാതമുണ്ടാക്കുന്ന രീതിയിൽ അവിടെ തന്നെ പഠിക്കുന്ന മുതിർന്ന കുഞ്ഞുങ്ങൾ ചെയ്തു കൂട്ടിയ കിരാതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ 4-5 ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ രാഷ്ട്രീയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം തൽക്കാലം നമ്മൾ മാറ്റിവെച്ചാൽ തന്നെയും അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ ക്രൂരതയുടെ പ്രതികരണവും പ്രതിഫലനവുമായിട്ടത് ചെയ്തു എന്നുള്ളത് എല്ലാവരും പൊതുവായിട്ട് തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇത്രയും ക്രൂരമായിട്ടും ഇത്രയും കരുതലോ സ്നേഹമോ അനുകമ്പയോ ഇല്ലാതെ പ്രവർത്തിച്ചതിൻ്റെ കാര്യവും അവരുടെ തന്നെയും കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളുമൊക്കെ തന്നെയാണ്. അവർ കണ്ടതും മനസ്സിലാക്കിയെടുത്തതും അവർ രൂപീകരിച്ചതും രൂപീകരിക്കുവാൻ അവർക്ക് സഹായകമായതുമായിട്ടുള്ള അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ എല്ലാ തരത്തിലും ഇങ്ങനെയുള്ള ക്രൂരതയുടെ ഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ അവരെ വലിയവരാക്കുന്നത് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വന്നു കയറുകയാണ്. അതുകൊണ്ടാണ് പഠനത്തിന് വേണ്ടിയും വലിയ പ്രതീക്ഷയോടുകൂടെയും മകനെ കുടുംബത്തിൽ നിന്ന് പഠനത്തിന് വേണ്ടി പഠിച്ചവൻ നേഴ്സായതിനു ശേഷം കുടുംബത്തെ നോക്കുകയും കുടുംബത്തിൻ്റെ ശുശ്രൂഷയിൽ സഹായിക്കുകയും ചെയ്യുന്നവനായിട്ട് മാറുമെന്നുള്ള പ്രതീക്ഷയോട് കുഞ്ഞിനെ കോളേജിലേക്ക് പഠനത്തിലേക്ക് വിട്ടപ്പോൾ ആ മകനെ പഠിക്കാൻ വേണ്ടി വന്നവനായിട്ട് കാണുവാൻ കഴിയാതെ തങ്ങൾക്ക് കയറി നിരങ്ങാനുള്ളവനും തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടേതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങളുടെയും ഇംഗിതങ്ങളുടെയും അവരുടെ അഭിലാഷങ്ങളും ചെയ്തു തീർക്കാനും കൊണ്ടുവന്ന് അവനിൽ ചെയ്തു തീർത്ത് അതിൽ സന്തോഷം കണ്ടെത്താനുമുള്ള ഒരു വസ്തുവായി അവനെ കാണാനായിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർക്കുണ്ടായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള അധപതനം. അങ്ങനെയുള്ള രൂപീകരണമല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരിക്കലും കുഞ്ഞുങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്മയും വിശുദ്ധിയും സ്നേഹവും അതുപോലെ തന്നെയും പരിഗണനയും മറ്റുള്ള ആളുകളെ ആദരിക്കുന്നവരും മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നവരും അവരോട് സ്നേഹപൂർവ്വമായിട്ട് പെരുമാറുന്നതും അനുകമ്പയുടെ ചിന്തയോടുകൂടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നതും സ്നേഹപൂർവ്വമായുള്ള പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും മറ്റുള്ള ആളുകളെ ചതിക്കാതെയും അവരെ പടുകുഴിയിലേക്ക് തള്ളിക്കളയാതെയും അവരുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കാതെയും സ്നേഹത്തിൻ്റെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് അവരെ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും നന്മയിൽ ജീവിക്കാൻ പരസ്പരം സഹായിക്കുന്നവരുമായിട്ട് മാറി നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ പൂത്തുലയുന്നവരും പ്രചോദിക്കുന്നവരും ഹൃദയപൂർവ്വം സ്നേഹത്തിൻ്റെ ഭാഷയിൽ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമായിട്ട് മാറുന്നവരുമായി തീരണമെന്ന് എല്ലാ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾക്കൊക്കെ സഹായകമായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ നമുക്ക് സഹായകമാകുന്ന നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ ശുശ്രൂഷകളിൽ കൂടുതൽ പരിശീലനങ്ങൾ നൽകാനും പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഈ സംഘടന മാതൃപിതൃവേദി സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് നേരുകയും അടുത്തു വരുന്ന നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെ നിറഞ്ഞ സാന്നിധ്യം രാഷ്ട്രീയപരമായിട്ടൊക്കെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് മാതാപിതാക്കന്മാർക്ക് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വമായി ആശംസിക്കുകയും നിങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ ഈ സംഘടനയിൽ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നൽകിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും നന്ദിയോടുകൂടി ഓർക്കുകയും വിജയങ്ങളും ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.